Hello everyone, welcome to Plus 2 Mathematics Lab Practicals. ലാബ് 1 വാല്യൂ ഫംഗ്ഷൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ജിയോജിബ്ര ആപ്ലിക്കേഷൻ ഇല്ലാതെ അതുപോലെ തന്നെ ഉബുണ്ടു ഉപയോഗിക്കാതെയാണ് നമ്മൾ ഓൺലൈനായിട്ട് ഇത് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് ആക്ടിവിറ്റി 1.1 ചെയ്യാനുള്ള കാര്യങ്ങൾ എഫ് ഓഫ് എക്സിക്കൽ എക്സ് സ്ക്വയർ ഗ്രാഫ് വരയ്ക്കുക, ദെൻ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക വിത്ത് ഇൻക്രിമെൻറ്റ് 0.01, 3 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക, ദെൻ അവ ജോയിൻ ചെയ്തിട്ടുള്ള ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക, ആ ഓരോ പോയിന്റിൻ്റെയും കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജിയോജിബ്ര ക്ലാസിക് എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റിലാണ്. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഇൻപുട്ട് ബാറിൽ എക്സ് റേസ് ടു എന്ന് ടൈപ്പ് ചെയ്യുക, എക്സ് സ്ക്വയർ എൻ്റർ ചെയ്യുക, എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫായി. ദെൻ നമുക്ക് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ടൂളിൽ പോവുക, സ്ലൈഡർ ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഇൻക്രിമെൻറ്റ് 0.01. സോ ഇൻക്രിമെൻറ്റ് 0.01 എൻ്റർ അടിക്കുക. ദെൻ 3 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് കിട്ടുന്നതിനായിട്ട് നമ്മളിവിടെ ക്യാപിറ്റൽ എ ഈക്വൽ ടു A0 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ. ദെൻ ക്യാപിറ്റൽ ബി, നെക്സ്റ്റ് പോയിന്റ് കിട്ടുന്നതിനായിട്ട് ക്യാപിറ്റൽ ബി ഈക്വൽ ടു എ കോമ എഫ് ഓഫ് എ എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ. ദെൻ ക്യാപിറ്റൽ സി, അടുത്ത പോയിന്റ് 0 കോമ എഫ് ഓഫ് എ. സോ 3 പോയിന്റ്സ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ആ 3 പോയിന്റും ജോയിൻ ചെയ്തുകൊണ്ടുള്ള ലൈൻ സെഗ്മെൻറ്റ് കിട്ടുന്നതിനായിട്ട് സെഗ്മെൻറ്റ് ടൂളിൽ പോവുക, ലൈനിൽ സെഗ്മെൻറ്റ് ടൂളിൽ പോവുക, ദെൻ എയും ബിയും ജോയിൻ ചെയ്യുക. എ ബി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിയും ബിയും ജോയിൻ ചെയ്യുക. സി ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇവയുടെ മൂന്നിൻ്റെയും കോർഡിനേറ്റ്സ് ഓൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അറ്റ് എ ടൈം 3 പോയിന്റ് സെലക്ട് ചെയ്യുന്നതിനായിട്ട് കൺട്രോൾ പ്ലസ് ഞെക്കി പിടിച്ചുകൊണ്ട് എ, ബി, സി ഞെക്കുമ്പോൾ അറ്റ് എ ടൈം 3 പോയിന്റ് ക്ലിക്ക് ആയിട്ടുണ്ട്. ദെൻ സെറ്റിങ്സിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നെയിം ആൻഡ് വാല്യൂ ഓൺ ചെയ്ത് കൊടുക്കുക. കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സും കൂടി കാണിക്കുന്നതാണ്. ഓക്കെ, നൗ അടുത്തതായിട്ട് എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പോയിന്റ്സ് മൂവ് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഇൻക്രിമെൻറ്റ് 0.01 ആണ്. സോ എയുടെ വാല്യൂ 2 ആയിരിക്കുമ്പോൾ, സ്മോൾ ലെറ്റർ എയുടെ വാല്യൂ 2 ആയിരിക്കുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് 20 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്ന് പറയുന്ന പോയിന്റ് 24 സോ ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ എഫ് ഓഫ് എ ആണ്. സോ എഫ് ഓഫ് എ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ ആണ്. സോ ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. സോ 2ൻ്റെ സ്ക്വയർ ആണ് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ദെൻ 2 സ്ക്വയർ 4 ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ സ്ക്വയർ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. സോ ഇവിടെ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ നമ്പർ 4ൽ 2.3യുടെ സ്ക്വയർ കണ്ടുപിടിക്കണം. സോ അതിന് ചെയ്യുന്നതിനായിട്ട് സ്ലൈഡർ മൂവ് ചെയ്യുക, ദെൻ 2.3 സോ 2.3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5.29 ആണ്. ദെൻ 1.8ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എയുടെ വാല്യൂ 1.8 എത്തിക്കുക. സോ 1.8ന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ 3.24 ആണ്. 1.8ൻ്റെ സ്ക്വയർ, ദെൻ 0.9ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എയുടെ വാല്യൂ 0.9 എത്തിക്കുക. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കിട്ടും 0.81. ദെൻ 2.9ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എയുടെ വാല്യൂ 2.9 എത്തിക്കുക. അപ്പോൾ നമുക്ക് 2.9ൻ്റെ സ്ക്വയർ കിട്ടും. 2.9ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു 2.9 സ്ക്വയർ ഈസ്, ഇതിൻ്റെ മുകളിലോട്ട് പെട്ടെന്ന് സൂം ഔട്ട് ചെയ്യാം, 8.41 ആണ് അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഇത്രയും ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യൻ 2ലേക്ക് പോകണം. സോ നമുക്കിവിടെ ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ അടുത്തതായിട്ട് ആക്ടിവിറ്റി 1.2 ആണ് ചെയ്യാനുള്ളത്. ആക്ടിവിറ്റി 1.2 ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം ഫംഗ്ഷന് വേണ്ടിയിട്ട്. സോ ക്ലിക്ക് ചെയ്യുന്നു, ഇൻപുട്ട് ബോക്സിൻ്റെ ഓപ്ഷൻ എടുക്കുന്നു, ഇൻപുട്ട് ബോക്സ് ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഫംഗ്ഷൻ എഫ് എന്ന് ടൈപ്പ് ചെയ്യുക, ലിങ്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ടേബിൾ 2 ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം എക്സ് റേസ് ടു 1/3 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് 3/1/3യുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കിവിടെ ഈ സെഗ്മെൻറ്റുകളൊന്നും ആവശ്യമില്ല, അത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. സോ നമ്മളിവിടെ ഹൈഡ് ചെയ്യാൻ പോവുകയാണ് ഓരോന്നും. ആദ്യം മോ ടൂൾ എടുക്കുക, സെഗ്മെൻറ്റ്സ് അതുപോലെ തന്നെ പോയിന്റ്സ് 3 ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ വാല്യൂ മാത്രമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ആവശ്യമുണ്ട്. എന്താണത്? ക്രിയേറ്റ് ഈ 1 പോയിന്റ്. ഓക്കെ, എഫ് ഓഫ് ബി എന്ന് പറയുന്ന പോയിന്റ് മാത്രം മതി നമുക്ക്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. പിന്നെ ആദ്യം വേണ്ടത്
എക്സ് റേസ് ടു 1/3 എന്ന് പറയുന്ന ഫംഗ്ഷൻ വേണം. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുക, എക്സ് റേസ് ടു 1/3 ബ്രാക്കറ്റിനുള്ളിൽ 1/3 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എക്സ് റേസ് ടു 1/3 ആണ് ഫംഗ്ഷൻ. ദെൻ 3 റേസ് ടു 1/3 വാല്യൂ കിട്ടണം. അതുകൊണ്ട് 7 വാല്യൂ 3 എത്തിക്കുക. 7 വാല്യൂ 3 ആണെങ്കിൽ 3 റേസ് ടു 1/3 ഈസ് ഈക്വൽ ടു വാല്യൂ കിട്ടും നമുക്ക് 1.44 ആണ്. ഓക്കെ, അതിനടുത്തത് റൂട്ട് ഓഫ് 1.8 ആണ്. ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് എന്നാക്കുക. സോ ഫംഗ്ഷൻ എസ് ക്യു ആർ ടി എക്സ് എൻ്റർ അടിക്കുന്നു, സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ. ദെൻ റൂട്ട് 1.8 ആണ്. സോ എക്സിൻ്റെ വാല്യൂ 1.8 ആക്കണം, അതായത് 7 വാല്യൂ 1.8. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് റൂട്ട് ഓഫ് 1.8 ആണ് കിട്ടുക. റൂട്ട് ഓഫ് 1.8 എന്ന് പറയുന്നത് 1.34 ആണ്. ഇതിനടുത്തായിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 5 ആണ്. സോ അത് കിട്ടുന്നതിനായിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എസ് ക്യു ആർ ടി ഓഫ് എസ് ക്യു ആർ ടി എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. ദെൻ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആക്കണം. അങ്ങനെയാണെങ്കിലാണ് സ്ക്വയർ റൂട്ട് ഓഫ് 5 കിട്ടുക. എയുടെ വാല്യൂ 5 ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ റൂട്ട് 5 ഈസിക്കൽ ടു 1.5 എന്ന് കിട്ടും. ദെൻ അടുത്തതായിട്ട് 3.46 ഓൾ റേസ് ടു -3/2. സോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു -3/2 ആയിരിക്കണം. സോ ഫംഗ്ഷൻ എക്സ് റേസ് ടു ബ്രാക്കറ്റിനുള്ളിൽ -3/2 -3/2 എക്സ് റേസ് ടു -3/2 ആണ് ഫംഗ്ഷൻ. ദെൻ 3.46 ഓൾ റേസ് ടു -3/2 വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എയുടെ വാല്യൂ -3/2 ആക്കാം. എയുടെ വാല്യൂ -3.46. ഓക്കെ, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കിട്ടുക 0.16 എന്നാണ്. അതിനടുത്തായിട്ട് സൈൻ 1.3 കിട്ടണം. ഫംഗ്ഷൻ സൈൻ എക്സ് എന്നാക്കുക. ഫംഗ്ഷൻ സൈൻ എക്സ്. ദെൻ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.3. സോ എ 1.3 1.3. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ 0.96. കോസ് 0.9 കിട്ടുന്നതിനായിട്ട് ഫംഗ്ഷൻ കോസ് ആക്കുക. ഫംഗ്ഷൻ കോസ് എക്സ്. ദെൻ എയുടെ വാല്യൂ 0.9 എന്ന് സെറ്റ് ചെയ്യുക. എയുടെ വാല്യൂ 0.9 എത്തുമ്പോൾ 0.62 ആയിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ടാൻ 1.5 കിട്ടുന്നതിനായിട്ട് ഫംഗ്ഷൻ ടാൻ എക്സ് എന്ന് സെറ്റ് ചെയ്യുക. ദെൻ എയുടെ വാല്യൂ ടാൻ 1.5 കിട്ടുന്നതിനായിട്ട് എയുടെ വാല്യൂ 1.5 എത്തിക്കുക. ഓക്കെ, ഇതിന് ഒന്നുകൂടെ സൂം ഔട്ട് ചെയ്യുക. കറസ്പോണ്ടിങ് വാല്യൂ കിട്ടുക 14.1 ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്തതായിട്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്ന് റീഡിഫൈൻ ചെയ്യുക. ദെൻ ഒബ്സർവ് ദ പോയിന്റ് സിയുടെ മൂവ്മെൻറ്റ്. എയുടെ വാല്യൂ 0 ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ സിയുടെ മൂവ്മെൻ്റ് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. സോ സിയുടെ വാല്യൂ വാല്യൂ ഫംഗ്ഷൻ വാല്യൂ അങ്ങോട്ട് പോകും നോക്കാം. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ 0യിലേക്ക് അപ്രോച്ച് ചെയ്യാം. നമുക്ക് 0യുടെ അടുത്തേക്ക് വരുമ്പോൾ സിയുടെ വാല്യൂ നേരെ മുകളിലോട്ട് പോകുന്നതാണ്. ഓക്കെ, വളരെ വളരെ അടുത്തോട്ട് വരുമ്പോൾ സി പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ എയുടെ വാല്യൂ മൈനസിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ -ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇത്രയാണ് അവിടെ ഒബ്സർവ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫ്ലോർ ഫംഗ്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും ഡിഫറൻസ് എന്ന് നോക്കാം. ഫ്ലോർ എക്സ് എന്ന് ടൈപ്പ് ചെയ്തു. ദെൻ എയുടെ വാല്യൂ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എയുടെ വാല്യൂ ഇവിടെ വരെ ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നു. ഇൻറ്റിജർ പോയിന്റ്സിൽ വരുമ്പോൾ പെട്ടെന്ന് ഒരു ജമ്പ് ശ്രദ്ധിക്കുക. ഇവിടം വരെ എവിടെയായിരുന്നു, പെട്ടെന്ന് മുകളിലോട്ടൊരു ചാട്ടം. ഓക്കെ, തുടർച്ചയായിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഇൻറ്റിജർ പോയിന്റിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ഒരു ചാട്ടം ഒബ്സർവ് ചെയ്യുക. ഓക്കെ, വീണ്ടും മുകളിലോട്ടൊരു ചാട്ടം. സോ ഇതുപോലെയാണ് ഇതിൻ്റെ ഗ്രാഫ് പോവുക. അടുത്തതായിട്ട് ഫംഗ്ഷൻ മെഷീൻ എന്ന് പറയുന്ന റെഡിമെയ്ഡ് അപ്ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. അവിടെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ഒരു ഫംഗ്ഷൻ മെഷീൻ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഓരോ ഫംഗ്ഷൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് റൂട്ട് 2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആയിരിക്കണം. ദെൻ അവിടെ ഇൻപുട്ട് വാല്യൂ 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കിട്ടും. അതുപോലെ തന്നെ റൂട്ട് ഓഫ് 1.8 കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് എക്സ് തന്നെയാണ് ഫംഗ്ഷൻ. റൂട്ട് 2/3 കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് 2/3 എന്ന് കൊടുക്കുക. ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് തന്നെ. ഓക്കെ, ഈ രീതിയിൽ തന്നെയാണ് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഓരോന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, താങ്ക് യു.